15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തുവന്നു. പാലക്കാടെത്തി കുന്നത്തൂർ മേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വന്നു വോട്ട് ചെയ്തു. പ്രതീക്ഷിച്ചിരുന്നു രാഹുൽ ഇന്ന് വോട്ട് ചെയ്യുമെന്ന്. കാരണം ഒന്നാമത്തെ പരാതിയിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. മുങ്ങിയ അന്നിട്ട പോസ്റ്റിലെ വാക്കുകൾ തന്നെയാണ് രാഹുൽ ഇന്നും ആവർത്തിച്ചത്: സത്യം ജയിക്കുമെന്ന്. എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. കോടതി തീരുമാനിക്കും. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറഞ്ഞതും കോടതിയിൽ ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിൽ കൂടുതൽ പുറത്താക്കിയ കോൺഗ്രസ് നടപടിയെക്കുറിച്ചൊന്നും രാഹുൽ പ്രതികരിച്ചില്ല. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി, ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ പറയാനില്ല. രാഹുലിന്റെ കാറിൽ കോഴിയുടെ ചിത്രം പതിച്ചും തൊട്ടിലിന്റെ ചിത്രമുള്ള പോസ്റ്റർ ഉയർത്തിയും CPM-ന്റെ പ്രതിഷേധവുമുണ്ടായി. എനിക്കെതിരെ പറയാനുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. കോടതി തീരുമാനിക്കും. കോഴിയല്ലേ വന്നിരിക്കുന്നത്? ഈ കോഴി പാലക്കാടിന് ആപത്തല്ലേ? പാലക്കാടിനെ നശിപ്പിക്കാൻ വന്ന ഒരു കോഴിയാണ് ഇത്. MLA എന്ന നിലയ്ക്ക് അയാൾ ചെയ്ത ഈ കാട്ടുകോഴിത്തരം നാടിന്, പാലക്കാടിന് അപമാനപരമായിട്ടുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജിവെക്കുന്നവരെ. ഗോകുൽ VS നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, പാലക്കാട് നിന്ന് അടൂരിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം. എന്തായാലും വഴിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ വീടിന് മുന്നിലാണ് ഗോകുൽ ഉള്ളത്. ഗോകുൽ, എവിടെ എത്തി നിങ്ങൾ? രാഹുൽ അടൂരിലേക്കാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇപ്പോൾ മാത്തൂർ ഭാഗത്തേക്ക് രാഹുൽ ഹൈവേയിൽ നിന്ന് തിരിയുകയാണ് ചെയ്തത്. കുഴൽമന്നം വഴി മാത്തൂർ ഭാഗത്തേക്ക് എത്തി. ഇവിടെ ഒരു വീട്ടിൽ, ഒരു പരിചയക്കാരൻ്റെ വീട്ടിലാണ് രാഹുൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സൗഹൃദ സന്ദർശനം എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്താണ് എന്നുള്ളത്. ഏതായാലും രാഹുൽ ഇപ്പോൾ ആ വീട്ടിനുള്ളിലാണ് ഉള്ളത്. ഒരുപക്ഷെ രാഹുൽ ഇനി എങ്ങോട്ട് ഇത് കഴിഞ്ഞ് പോകും എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ പാലക്കാട്ടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമോ അതോ മറ്റെവിടേക്കെങ്കിലും പോവുക എന്നുള്ളതും വ്യക്തതയില്ല. ഇപ്പോൾ രാഹുലിന്റെ സ്റ്റാഫിലെ ഫസലാണ് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്. ഒരുപക്ഷെ രാഹുലും ഇപ്പോൾ തന്നെ വരുമെന്നാണ് നമുക്ക് കരുതുന്നത്. രാഹുലും വരികയാണ്, രാഹുലും പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ ഇനി എങ്ങോട്ട് എന്നുള്ളതും നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഒരുപക്ഷെ പാലക്കാട്ടേക്ക് തന്നെയോ അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലുമോ രാഹുൽ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നമുക്ക് അതിലൊരു വ്യക്തത വേണം. രാഹുലിനോട് ഇനി എങ്ങോട്ട് ആണ് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തമല്ല. സ്വാഭാവികമായി ഒരുപക്ഷെ രാഹുൽ മറ്റ് പാലക്കാട്ടേക്ക് തന്നെ തിരികെ പോകുമോ അതോ അടൂരിലേക്കോ തൻ്റെ വീട്ടിലേക്ക് പോകുമോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഏതായാലും രാഹുൽ വീണ്ടും വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ അടൂരിലേക്കാകാം, അതല്ലെങ്കിൽ മറ്റേ പാലക്കാട്ടെ തൻ്റെ ഫ്ലാറ്റിലേക്കും ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ വാഹനത്തിൽ രാഹുൽ കയറുകയാണ്. രാഹുൽ അതിനുശേഷം ഇപ്പോൾ ഇനി തനിക്കൊന്നും പറയാനില്ല, കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. ആവർത്തിച്ച് നമ്മൾ ചോദിച്ചതാണ് രാഹുലിനോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചോദിച്ചു. അപ്പോഴൊന്നും തന്നെ രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണമോ മറുപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കോടതി ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. എവിടേക്കാണ്, അടൂരിലേക്കാണോ അതോ പാലക്കാട് തന്നെ തുടരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ളത് അറിയില്ല. എന്തായാലും 15 ദിവസത്തെ ഒളിവ് ജീവിതം ഇന്ന് അവസാനിപ്പിച്ചു. വോട്ട് ചെയ്തു. ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് അറിയേണ്ടത്.